ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ അടിപൊളി ഒരു കളർ കോമ്പിനേഷനിലുള്ള വർക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു പാർട്ടി വെയർ നെക്ക് ഡിസൈൻ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ലെയർ റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ലെയർ റൗണ്ട്സ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ലീഫിന്റെ ഡിസൈൻ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഇനി വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ സെയിം കളറിലുള്ള സീക്വൻസ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സെയിം ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ്. നോർമൽ നീഡിലാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയർ റൗണ്ടിൽ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്തെടുക്കേണ്ടത്. അടുത്ത ലെയറിൽ സീക്വൻസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഈ റൗണ്ട് ഷേപ്പിൽ ഓരോ ലെയർ സീക്വൻസ് എടുത്തിട്ട് കോർത്ത് തുന്നി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷമുള്ള ലുക്കൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിലായിട്ട് വൈറ്റ് ഹാഫ് ബീഡ്സ് ഒന്ന് തുന്നി കൊടുക്കണം. വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കണേ. എല്ലാ ഫ്ലവറിന്റെ സെന്ററിൽ നമ്മൾ ഈ വൈറ്റ് ബീഡ്സ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. റിംഗ് നോട്ട് ഫ്ലവറിന്റെയും ഈ സീക്വൻസ് വെച്ചിട്ടുള്ള ഫ്ലവറിന്റെയും സെന്ററിൽ. ബീഡ്സ് കൊടുത്ത് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ലുക്കാണിത്. ഇനി നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സ് ആണ്. ലീഫിന്റെ പോർഷനിൽ കട്ട് ബീഡ്സ് ആണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. 3 കട്ട് ബീഡ്സ് ആദ്യം കോർത്തെടുക്കാണ്. ഒരു ലൈൻ പോലെ ഫസ്റ്റ് തുന്നി കൊടുക്കുക. അതിനുശേഷം അതിന്റെ 2 സൈഡിൽ നിന്നായിട്ട് 3 കട്ട് ബീഡ്സ് വീതം തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്.
ഔട്ട്ലുക്ക് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ.